സഹോദരങ്ങളെ, ബൈബിളിൽ ഒരു വചനം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയൂ എങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട, ഓർത്തിരിക്കേണ്ട വചനം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനമാണ്. നമുക്ക് വേറെ ഒന്നും ബൈഹാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും പഠിച്ചിട്ട് തലയിൽ ഇരിക്കുന്നില്ല എങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തിൽ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായി കരുതുന്ന യോഹന്നാൻ്റെ സുവിശേഷം 3:16 നമ്മൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത്. വചനം എങ്ങനെയാണ്? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ സുതനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ വഴി സകലരും രക്ഷ പ്രാപിക്കാനാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരു മാതാവിനും പിതാവിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടമാകുന്നത് ഇഷ്ടമല്ല. അത് കണ്ടിരിക്കാൻ കഴിയില്ല. എന്തിന്? രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, തണുപ്പുള്ള രാത്രിയിലാണെങ്കിൽ ഫാനിൻ്റെ കാറ്റ് മൂലമോ അല്ലാതെയോ കുഞ്ഞിൻ്റെ ദേഹത്ത് നിന്ന് ആ പുതപ്പ് ഒരു ഭാഗം മാറിക്കഴിഞ്ഞാൽ ഹൃദയമുള്ള ഒരമ്മയ്ക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റില്ല ആ പുതപ്പ് മറച്ചിടാതെ, കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് ഇടാതെ. ഇതാ എങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അബ്ബായിക്ക് ലോകത്തിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഒരാളും നഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതാരാണ് എഴുതിയത്? സുവിശേഷത്തിൽ 4-ാമത്തെ സുവിശേഷകനായ യോഹന്നാനാണ് ഇത് എഴുതിയത്. യോഹന്നാൻ എന്ന് പറയുന്ന സുവിശേഷകന്റെ പ്രത്യേകത എന്താണ്? 4-ാമത്തെ സുവിശേഷം എഴുതിയ ആളാണ്, ചെറുപ്പക്കാരനാണ്. ഈശോയുടെ കുരിശിൻ്റെ യാത്രയിൽ ഈശോയോടൊപ്പം കുരിശും ആ രക്തവും വീണ അതേ വഴിയിലൂടെ യാത്ര ചെയ്ത ഏക ശിഷ്യനാണ് യോഹന്നാൻ. കുരിശിൻ്റെ താഴെ നിന്ന ഏക ശിഷ്യൻ യോഹന്നാനാണ്. അമ്മ മറിയത്തെ വീട്ടിലേക്ക് സ്വീകരിച്ച ശിഷ്യൻ യോഹന്നാനാണ്. സ്വാഭാവികമായ മരണം വരിച്ച ശിഷ്യൻ യോഹന്നാനാണ്. ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ശിഷ്യൻ യോഹന്നാനാണ്. 5 പുസ്തകങ്ങൾ, ഒരു സുവിശേഷം, 3 ലേഖനം, ഒരു വെളിപാട്. ഈ യോഹന്നാനിലൂടെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ചില ആത്മീയ ഗുരുക്കന്മാർ ഇങ്ങനെ പറയാറുണ്ട്, യോഹന്നാൻ സ്വാഭാവികമായ മരണമാണ് വരിച്ചത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും മാർട്ടിയേഴ്സ് ആയിരുന്നു, രക്തസാക്ഷികളായിരുന്നു. ഇവരെ രക്തസാക്ഷിയാക്കാൻ വേണ്ടി മതപീഡകർ തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ടു എന്നാണ് പാരമ്പര്യം. പക്ഷേ യോഹന്നാൻ ചെറുപ്പക്കാരനായതുകൊണ്ട് കൂടിയായിരിക്കാം എങ്ങനെയോ മാലാഖയുടെ കൈ പിടിച്ച് ആ തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് പുള്ളി രക്ഷപ്പെട്ടു. അവനെ ഓടിച്ചു വിട്ടത് പാത്മോസ് എന്ന് പറയുന്ന ദ്വീപിലാണ്. ഈ ദ്വീപിൽ ഇരുന്നു കൊണ്ടാണ് വെളിപാട് പുസ്തകം അവൻ എഴുതുന്നത്. ഇവർ ഒരുപാട് ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു, ഒരുപാട് ശിഷ്യന്മാർ. അതുകൊണ്ട് ആത്മീയ ഗുരുക്കർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ പറയുമായിരുന്നെന്ന്, സ്നേഹം 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 എന്ന്. അപ്പോൾ ഇവൻ ഭ്രാന്തനെ പോലെ പറയുകയാണ് ചെറുപ്പക്കാരനായ യോഹന്നാൻ, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. എന്തിനെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ചാണ്. 1 യോഹന്നാൻ 3:1 നമ്മളിങ്ങനെ വായിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള വചനമായിരിക്കണം. വചനം ഇതാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ചേർന്നൊന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. സഹോദരങ്ങളെ, എന്തൊരു വചനമാണത്! യോഹന്നാൻ എഴുതുകയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഈ വചനം
അധികം ഒന്നും സ്വാധീനിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. നമുക്കെല്ലാവർക്കും ബയോളജിക്കലായ അപ്പന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അപ്പനുണ്ട്, ചൂണ്ടിക്കാണിക്കാൻ ഒരു അമ്മയുണ്ട്, അല്ലെങ്കിൽ മരിച്ചുപോയ എങ്കിലും ശവകുടീരമെങ്കിലും നമുക്ക് കാണിക്കാനുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. അവർക്ക് അപ്പൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് കേൾക്കുന്ന നേരത്തുണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് അറിയാവോ? ഒരു സംഭവം കേൾക്കുക. അമേരിക്കയിലുള്ള 50 സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളിൽ ഒന്നിൻ്റെ പേരാണ് ടെന്നസി എന്നുള്ളത്. ഈ ടെന്നസി സ്റ്റേറ്റിൽ വിവാഹേതര ബന്ധത്തിൽ ഒരു കുഞ്ഞു പിറന്നു. ഔട്ട് ഓഫ് വെഡ്ലോക്ക് എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പിറക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തുമുണ്ട്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് വിവാഹത്തിന് മുമ്പേ ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ കഥകൾ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞു പിറക്കുന്നത് ഏതാണ്ട് 150 വർഷം മുമ്പാണ്. അപ്പം അന്ന് അങ്ങനെ ഉള്ള കഥകൾ പ്രബലമല്ല. ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ടെന്നസി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഒരു കുഞ്ഞ് പിറന്നു. ഈ കുഞ്ഞ് ഒരു ക്രിസ്ത്യനാണ്. ഈ കുഞ്ഞ് എവിടെ പോയാലും ഈ കുഞ്ഞിനോട് എല്ലാവരും ചോദിക്കും, മോൻ്റെ പേരെന്താണ്? ഈ കൂട്ടത്തിൽ പിള്ളേർ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നു. ചേർന്ന് പറഞ്ഞൊരു ഹല്ലേലൂയ. മക്കളെ കേൾക്കുക കേട്ടോ, ശരിക്കും കേൾക്കുക. അതായത് ഈ കുഞ്ഞ് എവിടെ പോയാലും ഈ കുഞ്ഞിനോട് 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത് ചോദിക്കുന്നത് ഇതാണ്, മോൻ്റെ പേരെന്താണ്. രണ്ടാമത്തെ ചോദ്യമാണ് കുഴപ്പിക്കുന്ന ചോദ്യം. അതിതാണ്, നിൻ്റെ അപ്പൻ്റെ പേരെന്താണ്. നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ ധാരാളമായി അങ്ങനെ ചോദിക്കും, വീട്ടുകാരുടെ പേരുകളൊക്കെ. പക്ഷെ പുറം നാടുകളിൽ ഇന്ന് ആരും അവരുടെ മാതാപിതാക്കളുടെ പേരോ നാടോ ഒന്നും അത്ര നല്ല ബന്ധത്തിൽ അല്ലെങ്കിൽ ചോദിക്കാറില്ല. അത് വളരെ പ്രൈവറ്റായ ചോദ്യമായതുകൊണ്ട് അത് ചോദിക്കില്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കെയാണ് ഈ കൊച്ചിനോട് എവിടെ പോയാലും ഈ ചോദ്യം ചോദിക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയാവോ? ആരുമില്ലാത്ത ഷോപ്പുകളിലേക്കാണ് ഇവൻ പോകുന്നത്. കടയിൽ പോയാൽ പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം. ഇവൻ പള്ളി പോകും ഞായറാഴ്ച ദിവസങ്ങളിൽ. പക്ഷേ സെഷൻ അവിടുത്തെ ശുശ്രൂഷ തുടങ്ങിക്കഴിയുമ്പോഴേ അവൻ കയറുകയുള്ളൂ. അത് കഴിഞ്ഞ് അവസാനത്തെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ അവൻ ഇറങ്ങിപ്പോകും. ഈശോയോട് സ്നേഹമില്ലാതിരുന്നിട്ടല്ല, സഭയോട് സ്നേഹമില്ലാതിരുന്നിട്ടല്ല, മറിച്ച് ചോദ്യം ചോദിക്കാൻ കുറേ ക്രൂരന്മാരായ മനുഷ്യർ അവിടെ ഇരിപ്പുണ്ടെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിവഴി വിട്ടാൻ വേണ്ടി അവൻ ഇറങ്ങി ഓടി രക്ഷപ്പെടും. ഇങ്ങനെ ഇരിക്കെ ആ പള്ളിയിൽ ഒരു പുതിയ പാസ്റ്റർ, ഒരു പുതിയ ശുശ്രൂഷ ആരംഭിച്ചു. അദ്ദേഹം ആകട്ടെ വളരെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നൊരു ശുശ്രൂഷകനാണ്. ഇദ്ദേഹം തൻ്റെ സമാപന പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരുടെയൊക്കെ തോളത്ത് തട്ടിക്കൊണ്ട് ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുകയാണ്, ഈ കുഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അന്ന് അവന് 13 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നോട് ചോദിച്ചു, ഹേ ബോയ്, വാട്ട്സ് യുവർ നെയിം? മോനെ, നിന്റെ പേരെന്താണ്? അവൻ്റെ പേര് പറഞ്ഞു. ഇമ്മീഡിയറ്റ് അടുത്ത ചോദ്യം വന്നു, ഹേ ബോയ്, ഹു ഈസ് യുവർ ഡാഡ്? നിന്റെ അപ്പനാരാണ്? ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ ആ മുഴുവൻ മനുഷ്യരും മിണ്ടാട്ടം മുട്ടി. ആരും മിണ്ടുന്നില്ല. കാരണം അവൻ ഏറ്റവും വിഷമമുള്ള ചോദ്യമാണ് ആ ചോദ്യമെന്ന് എല്ലാവർക്കും അറിയാം. ഈ സുവിശേഷകനാകട്ടെ നല്ല ജ്ഞാനമുള്ള സുവിശേഷകനായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു അവനോട്, മോൻ്റെ പപ്പ ആരാണെന്ന് എനിക്കറിയാം. മോന് അബ്ബാ, പിതാവുണ്ട്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. മോൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. സഹോദരങ്ങൾ, നിങ്ങൾക്കറിയുമോ, ഈ 13 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ജീവിതത്തിൽ ആദ്യമായി മനസ്സും ഹൃദയവും അറിഞ്ഞ് പുഞ്ചിരിച്ചു. അവൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന്. ആ ഒരു ദിവസം അവൻ്റെ ജീവിതത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തി. അവൻ ചെന്ന് ദൈവത്തിന് മഹത്വം പാടാനായിട്ട് തുടങ്ങി. ഒട്ടും പഠിക്കാൻ ശേഷിയില്ലാതിരുന്ന അവൻ പിന്നീട് നന്നായി പഠിക്കാനായിട്ട് തുടങ്ങി. അവൻ ലോ പഠിക്കാനായിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോയി. അവൻ അമേരിക്കയിലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ക്രിസ്തീയമായ വാല്യൂസിന് വേണ്ടി അവൻ നിലകൊണ്ടു. അവൻ ടെന്നസി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 2 പ്രാവശ്യം ഗവർണറായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു. അവൻ ഇലക്ട് ചെയ്യപ്പെട്ട്
അവൻ ഉന്നത സ്ഥാനീയനായപ്പോൾ അവരൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ ദി അൺവാണ്ടഡ് ചൈൽഡ് എന്നാണ്. ഈ ചെറുപ്പക്കാരന്റെ പേര് ബെൻ ഹൂപ്പർ എന്നാണ്. ഈ അൺവാണ്ടഡ് ചൈൽഡ് വാണ്ടഡ് ചൈൽഡ് ആയിട്ട് മാറിയത്, ആവശ്യമില്ലാത്ത കുഞ്ഞ്, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ് ആവശ്യമുള്ള കുഞ്ഞായി മാറിയത് അവൻ ദൈവത്തിന്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞ സമയത്താണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ചിന്ത കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും, നാം അങ്ങനെയാണ് താനും. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 15 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, വീണ്ടും നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവ് മൂലം നിങ്ങൾ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നുവെന്ന്. നിങ്ങൾക്കറിയുമോ, ലോകത്തിൽ ഒരു ഫിലോസഫിയും, ലോകത്തിൽ ഒരു ഗുരുവും, ഭാരതത്തിൽ ഒട്ടേറെ ഗുരുക്കന്മാരുണ്ട്, ഒരു ഗുരുവും ദൈവത്തെ അബ്ബാ എന്ന് വിളിച്ചിട്ടില്ല. ഗുരുവെന്ന് വിളിച്ചിട്ടുണ്ട്, വേറെ പേരുകൾ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ആരും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. പിതാവേ എന്ന് വിളിക്കുന്ന നേരത്ത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ മകനും മകളുമായിട്ട് മാറുകയാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ നാളുകൾക്ക് മുമ്പ് എനിക്കൊരു എക്യുമെനിക്കൽ കോൺഫറൻസിൽ ഒരു ശുശ്രൂഷ നടത്താൻ അവസരമുണ്ടായി. എക്യുമെനിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ പല ക്രിസ്തീയ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള സുവിശേഷ ശുശ്രൂഷയാണ്. ഇങ്ങനെ ഒരു സുവിശേഷ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ്റെ പേര് നിക്കി ക്രൂസ് എന്നാണ്. അവൻ്റെ പേര് നിക്കി ക്രൂസ്. നിക്കി ക്രൂസ് കരീബിയൻ ദ്വീപിലെ പോർട്ടനിക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ചെറുപ്പക്കാരനാണ്. ഇവൻ്റെ വീട്ടിൽ 18 മക്കളുണ്ട്. ഇവൻ ഏറ്റവും ഇളയവനാണ്. ഇവൻ്റെ വീട്ടുകാരെ മുഴുവൻ ലൂസിഫർ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വീട്ടുകാരെല്ലാവരും പിശാചിനെ ആരാധിക്കുന്ന, വർഷിപ്പ് നടത്തുന്ന ആളുകളാണ്. ഇപ്പം എല്ലാ ആഴ്ചകളിലും തന്നെ വീക്കെൻഡിൽ, ശനിയാഴ്ച ദിവസങ്ങളിൽ പിശാചിനെ ആരാധിക്കുന്ന വീടാണ് സത്യത്തിൽ നിക്കി ക്രൂസിൻ്റെ വീട്. അതുകൊണ്ട് നീ ലൂസിഫറിൻ്റെ സന്തതി എന്ന് പറഞ്ഞ് ഇവൻ്റെ ആത്മബലത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞ്. ഇവൻ നേരെ ചൊവ്വന് പഠിക്കാൻ പറ്റണില്ല. ഇവനെ ഒരുപാട് ഉപദ്രവിക്കും. ഇവൻ്റെ അമ്മ പറഞ്ഞത് ഇങ്ങനെ, അമ്മ പലപ്പോഴും സൂചിയെടുത്ത് ഇവനെ കുത്തി മുറിവേൽപ്പിക്കുമായിരുന്നു. കാരണം പിശാചിന് ദൈവമക്കൾ വേദനിക്കുന്നത് ഇഷ്ടമാണെന്നുള്ള ഭാവേന കുത്തി മുറിവേൽപ്പിക്കും. അത്രയും ക്രൂരമായി പീഡനങ്ങളേറ്റ ഒരു ചെറുപ്പക്കാരനാണ് നിക്കി. ഒരിക്കൽ അവനെ ഒരു പക്ഷിക്കൂട്ടിൽ കുറേ ദിവസങ്ങളിലേക്ക് ഇട്ട് പക്ഷിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിലാണ് ഇവനെ ഇട്ടുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവൻ ഇറങ്ങി ഓടി വീട്ടിൽ നിന്ന്. ഒരു പ്രാവശ്യമല്ല, പലവട്ടം ഓടിയിട്ടുണ്ട്. അവൻ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ബഹുദൂരെ യാത്ര ചെയ്ത്, അപ്പോഴിതാ ആ ഗ്രാമത്തിലുള്ള പോലീസുകാർ വന്ന് അവനെ പിടിച്ച് നിക്കിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി. ഇങ്ങനെ എല്ലാ വിധത്തിലും വിഷമതയിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാരൻ. നാളുകൾ കഴിഞ്ഞു. ഇവന് 14 വയസ്സ് പ്രായമായി. ആ നാളുകളിലാണ് കരീബിയൻ ദ്വീപിൽ നിന്നും കുറേ മനുഷ്യരെ ന്യൂയോർക്ക് എന്ന് പറയുന്ന സിറ്റിയിലേക്ക് വളരെ എളുപ്പത്തിൽ കുടിയേറാനുള്ള അവസരമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ, ഒരുപാട് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിക്കിയും ആ ദേശത്തേക്ക് കുടിയേറി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവന് ജോലി അറിഞ്ഞുകൂടാ. ഇവൻ നേരെ ചൊവ്വന് പഠിച്ചിട്ടില്ല. ഒട്ടേറെ തെറ്റായ കാര്യങ്ങളുമായിട്ടാണ് ഇവൻ്റെ ചെറുപ്പകാലം മുഴുവൻ, ശൈശവവും കൗമാരവും എല്ലാം ചെലവഴിച്ചത്. അതുകൊണ്ട് അവൻ അറിയാവുന്ന ഏക പണി ഉള്ള ഒരു മാഫിയ സംഘത്തിൻ്റെ കൂട്ടത്തിൽ അവൻ ചേർന്നു. അപ്പം മാഫിയ സംഘത്തിലെ നേതാക്കൾ പറഞ്ഞു, നിക്കി, ന്യൂയോർക്ക് ഒരു കാടാണ്, ഒരു ജംഗിളാണ്. ഇവിടെ കാട്ടു നീതിയാണ് നീതി. സ്നേഹം, കരുണ, ഈ വാക്കുകൾക്കൊന്നും ഇവിടെ യാതൊരു വിലയുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ പാലിക്കാമെങ്കിൽ നിനക്ക് താമസ സൗകര്യം ഞാൻ തരാം, ഭക്ഷണം തരാം.
ഈ മാഫിയ തലവനോട് ചേർന്ന് ഇയാളുടെ ജീവിതം ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, ഏറ്റവും മോശപ്പെട്ട എല്ലാ ചെയ്തികൾക്കും, ദൈവം വെറുക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കുമെതിരായി അവൻ്റെ യാത്ര തുടരാനായിട്ട് തുടങ്ങി. എല്ലാവിധത്തിലും മ്ലേച്ഛകരമായ ജീവിതത്തിലൂടെ അവൻ വ്യാപരിച്ചു. ഇങ്ങനെ പല പ്രാവശ്യം അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. തിരിച്ചു പുറത്തേക്ക് ഇറങ്ങിയാലും അവൻ വളരെ മോശപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് യാത്ര തുടർന്നുകൊണ്ടിരുന്നത്. നാളുകൾ കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന നാളുകളിലാണ് അവൻ താമസിക്കുന്ന സ്ലമ്മിന് സമീപത്ത് ഒരു കൊച്ചു ടെൻറ്റ് കെട്ടി ഒരു സുവിശേഷകൻ പ്രസംഗിക്കാനായിട്ട് ചെന്നത്. അന്ന് ആ സുവിശേഷകൻ പ്രസംഗിച്ചത് ഇന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ആ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ഈ വചനം പറഞ്ഞ് ഈ സുവിശേഷകൻ ഏതാണ്ട് 1.5 മണിക്കൂർ സമയം അവിടെ കൂടിയ 100-200 പേരോട് സംസാരിക്കുന്ന നേരത്ത് ആ സ്ലമ്മിൻ്റെ അങ്ങേ അറ്റത്ത് വാതിൽ പൊതുവായി വെട്ടി തുറന്നിട്ട് വലിയൊരു ചെയറിൽ സിഗരറ്റും വലിച്ച് നിക്കി ക്രൂസ് ഇരിക്കുന്നുണ്ട്. ഇവനെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ പല പ്രാവശ്യം വന്നിരിക്കുന്നത് കൊണ്ട് ഈ സുവിശേഷകന് ഈ വാർത്തകളിലൂടെ ഇവനെ അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഈ നിക്കിയുടെ വീട്ടിലേക്ക് ഇവൻ ചെന്നു. ഈ സുവിശേഷകൻ ചെന്നിട്ട് പറഞ്ഞു, നിക്കി, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഇവൻ യോഹന്നാന്റെ സുവിശേഷം 3:16 ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറഞ്ഞു. ഈ നിക്കി എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യനാകട്ടെ ഈ സുവിശേഷകനെ തൻ്റെ തടിച്ച ബൂട്ട് കൊണ്ട് ചവിട്ടി തള്ളി പുറത്തേക്കിട്ടു. ഈ മനുഷ്യൻ പെടഞ്ഞ് താഴെ വീണ സുവിശേഷകൻ പറഞ്ഞു, ഞാൻ എന്തുമാത്രം മുറിവേറ്റാലും നിക്കി, ഞാനത് ആവർത്തിച്ച് പറയും, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ സുവിശേഷകനോട് പറഞ്ഞു, നിന്നെ ഞാൻ വെട്ടി തുണ്ടം ആക്കും. അപ്പോൾ അവൻ പറഞ്ഞു, തുണ്ടമാക്കിയാലും ശേഷിക്കുന്ന തുണ്ടത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയും ഇതേ വാക്കുകൾ തന്നെ, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്തായിരുന്നാലും അവിടെ കൂടിയ ആളുകളെല്ലാവരും കൂടി ചേർന്ന് ഈ സുവിശേഷകൻ അവിടെ നിന്ന് മാറ്റി. നിങ്ങൾക്കറിയാവോ, നാളുകൾ കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ സുവിശേഷകന് അവിടെ തന്നെ ചെന്ന് പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നിക്കിയും അവിടെ വന്നിട്ടുണ്ട്. നിക്കി വന്നത് മറ്റൊന്നിനുമല്ല, സുവിശേഷം കേൾക്കാനല്ല, മറിച്ച് ഈ സുവിശേഷകനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. റിവോൾവറുമായിട്ടാണ് അന്ന് ഇയാളുടെ അടുത്തേക്ക് ചെന്നത്. നിക്കിക്ക് ഇന്നും 10-65 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. റിവോൾവറുമായി തോക്കുമായി അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. നിക്കി കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, കാരണം അവൻ കൊന്നിട്ടുണ്ട് പലരെയും. അതുകൊണ്ട് അവന് രക്തമൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നിന്നെ ഞാൻ കൊല്ലും. എന്നിട്ട് ഇയാൾ വിളിച്ചു പറഞ്ഞു, ഒരു ഭ്രാന്തനെ പോലെ, നീ 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു ഈശോ നിന്നെ സ്നേഹിക്കുന്നെന്ന്. അത് പറഞ്ഞ് കേട്ട രാത്രി മുതൽ എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 3-4 ആഴ്ചകളായി എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ വല്ലാതെ വിഷമിച്ച് കഴിയാണ്, എൻ്റെ ഉറക്കം കെടുത്തിയ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് വളരെ സ്കെലിറ്റനായ, ഇന്നും ആ സുവിശേഷകൻ ജീവിച്ചിരിപ്പുണ്ട്, വളരെ സ്കെലിറ്റനായ ആ സുവിശേഷകൻ നിക്കിയുടെ ഈ മാഫിയ തലവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിക്കി, നിന്നെ ഈശോ സ്നേഹിക്കുന്നു, നിന്നെ ഞാനും സ്നേഹിക്കുന്നു. ഇത് പറയുന്ന നേരത്ത് ഈ നിക്കി എന്ന് പറയുന്ന ഈ മാഫിയ തലവൻ ഒരു കുഞ്ഞിനെ പോലെ, ഒരു പാവപ്പെട്ട കുഞ്ഞിനെ പോലെ തളർന്നൊടിഞ്ഞ് അവിടെ വീഴുകയാണ്. ഒരു എന്തോ അതിശയോക്തി ചേർന്ന ഒരു കാര്യം അവിടെ നടന്നുകൊണ്ടല്ല, മറിച്ച് ഈ വാക്കുകൾ, സ്നേഹിക്കുന്നെന്ന് പറയുന്ന ഈ വാക്ക് ഇവൻ്റെ ഈഗോയെ മുഴുവൻ തകർത്ത് കളഞ്ഞ്, ഈശോ വീണ്ടും എന്നെ സ്നേഹിക്കുന്നു, ഈ സുവിശേഷകനും എന്നെ സ്നേഹിക്കുന്നു. ഇവൻ ആകെ തളർന്ന് അവിടെ വീണു. ഇപ്പോൾ ഈ സുവിശേഷകന്റെ മുമ്പിൽ കിടക്കുന്നത് ഒരു മാഫിയ തലവനല്ല, മറിച്ച് അബ്ബായുടെ ശിശുവാണ്. അവൻ കിടന്ന് കരയാനായിട്ട് തുടങ്ങി, അവൻ വിഷമിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുന്നു. സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞ് ഈ സുവിശേഷകനിൽ നിന്ന് ഈശോയുടെ വചനം ഇവൻ ഒരുപാട് സ്വീകരിക്കാനായിട്ട് ഇടവന്നു. ഇന്ന് നിക്കി ക്രൂസ് എന്ന് പറയുന്ന മനുഷ്യൻ അമേരിക്കയിലെ കാലിഫോർണിയ ബേസ് ചെയ്ത് ഒട്ടേറെ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും ഡ്രഗിന് അഡിക്റ്റഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ
അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സുവിശേഷ ശുശ്രൂഷകളുമായിട്ട് മുന്നോട്ട് പോകുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ്. കരമുയർത്തുന്നു പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം ഒരിക്കലും പരാജയപ്പെടില്ല. ലവ് നെവർ ഫെയിൽസ്. സ്നേഹം ഒരിക്കലും പരാജയപ്പെടില്ല. കാരണം വെറുപ്പിനേക്കാൾ എന്നും ശക്തി കൂടുതൽ സ്നേഹത്തിനാണ്. അന്ധകാരത്തെക്കാൾ എല്ലാ കാലത്തും ശക്തി കൂടുതൽ പ്രകാശത്തിന് തന്നെയാണ്. അശുദ്ധിയേക്കാൾ എന്നും ശക്തി വിശുദ്ധിക്ക് തന്നെയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവ് നമ്മളോട് പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്: ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള കാര്യം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അവകാശപ്പെടണം. നമ്മൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് അവകാശപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ചേർന്നൊന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ മകനും മകളുമാണ് എങ്കിൽ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:17 നമ്മൾ വായിക്കും, നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം തിരുവചനം, നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനി നിങ്ങൾ ദാസരല്ല, മറിച്ച് പുത്രരാണ്. പുത്രരെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശികളുമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:29 വായിക്കും, വാഗ്ദാനമനുസരിച്ച് നിങ്ങൾ അവകാശികളാണ്. റോമർ 8:17, മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളൊരു ബെഗ്ഗറായിട്ടല്ല വരുന്നത്. എന്തോ ഒന്ന് യാചിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല നമ്മൾ വരുന്നത്. നമ്മൾ അവകാശികളാണ്. ഓർക്കുന്നില്ലേ ധൂർത്തപുത്രന്റെ ഉപമയിൽ? ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ധൂർത്തപുത്രൻ മടങ്ങി വരുന്ന നേരത്ത് മൂത്തപുത്രൻ ബഹളം ഉണ്ടാക്കുമ്പോൾ ആ പപ്പ ആ കൊച്ചിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മോനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ. ലൂക്കാ 15:31 എൻ്റെ ഓർമ്മ. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ബെഗേഴ്സ് അല്ല, ഈശോയുടെ മുമ്പിൽ ബെഗേഴ്സ് അല്ല, മക്കളെങ്കിൽ അവകാശികളുമാണ്. ഈ അവകാശത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയുമോ, നമ്മൾ പാപം ചെയ്യുന്ന നേരത്ത്, നമ്മൾ തെറ്റ് ചെയ്യുന്ന നേരത്ത് പിശാച് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മക്കളാണെന്നുള്ള കാര്യം നമ്മളുടെ ഉള്ളിൽ നിന്ന് അങ്ങ് മായ്ച്ചു കളയും. നമ്മളെ അവൻ ഒരു സ്ലേവ് ആക്കും, ഒരു അടിമയാക്കും. ഇപ്പം 2 തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉണ്ട്. ഒന്ന് ഒരു സൺ മെൻറ്റാലിറ്റിയാണ്, ഒരു ഡോട്ടർ മെൻറ്റാലിറ്റി, മകനാണ് മകളാണെന്നുള്ളൊരു മെൻറ്റാലിറ്റി. 2 ഒരു സ്ലേവ് മെൻറ്റാലിറ്റിയാണ്, ഒരു അടിമയാണെന്നുള്ള മെൻറ്റാലിറ്റിയാണ്. ഇസ്രായേൽ ജനം 430 വർഷക്കാലം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ് അവർ മുന്നോട്ട് പോവുകയാണ്. അവർ ചെങ്കടലെ പിന്നിട്ട് ജോർദാൻ പിന്നിട്ട് മുന്നോട്ട് പോകുന്ന നേരത്ത് അവരുടെ പിറകെ ഒരു പടയുണ്ട്. ആരാണ് ആ പട? ഫറവോ ആണ് നയിക്കുന്നത്. ഫറവോ വന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്? അവരുടെ പിറകിൽ വന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ അടിമകളാണ്, നിങ്ങൾ അടിമകളാണ്. പക്ഷേ അവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവർ പറയുന്നത് ഇതാണ്, ഞങ്ങൾ അടിമകളല്ല, ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾ മക്കളാണ്. ഫറവോ പറയും, അല്ല, നിങ്ങൾ അടിമകളാണ്, നിങ്ങൾ അടിമകളാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ പിറകെ ഒരു ഫറവോ വരുന്നുണ്ട്. നിങ്ങളുടെ പിറകെ എന്നും നമ്മൾ അടിമപ്പെടുത്തുന്ന ഒരു ഫറവോ വരുന്നുണ്ട്. ആ ഫറവയോട് പറയണം, ഞാൻ മകനാണ്, ഞാൻ മകളാണ്, ഞാൻ മകനും മകളുമാണ് എങ്കിൽ ഇന്നലകൾക്ക് ഇന്നിനെ നിശ്ചയിക്കാൻ, എൻ്റെ ഇന്നിനെ നിശ്ചയിക്കാൻ അവകാശമില്ല. ഇന്നലെ ഞാൻ ചെയ്തു പോയൊരു വീഴ്ചയ്ക്ക് എൻ്റെ ഭാവിയെ നിശ്ചയിക്കാൻ അവകാശമില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. കരമുയർത്തുന്നു സ്വീകരിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അവകാശബോധം, നമുക്കൊരു ഇൻഹെറിറ്റൻസ് ഉണ്ട്, അവകാശമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ തന്നെ അവൻ പോയി എല്ലാം നഷ്ടപ്പെടുത്തി, എല്ലാം നശിപ്പിച്ച് അവൻ മടങ്ങി വരികയാണ്. അവൻ മടങ്ങി വരുന്ന നേരത്തെ എന്താണ് അവൻ പറഞ്ഞത്? അവൻ പറഞ്ഞത് ഇതാണ്, അബ്ബാ, നിനക്കറിയാമല്ലോ, നിനക്കെതിരെയും സ്വർഗത്തിനെതിരെയും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, എന്നെ ദാസനായിട്ട് സ്വീകരിക്കണമേ. അത് പറയാനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ,
ഒരു പാപം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി നമ്മൾ മകനാണ് മകളാണെന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് മായ്ച്ചു കളയും. നമ്മളൊരു സ്ലേവ് ആക്കും, നമ്മളൊരു അടിമയാക്കും. ചിലർ പറയാറുണ്ട്, അവരുടെ ജീവിതത്തിൽ അവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ ഏതോ ഒരു അബദ്ധം, ഏതോ ഒരു സ്റ്റുപ്പിഡായ ചെയ്തി ഇപ്പോഴും അവരെ ഹോണ്ട് ചെയ്യുകയാണ്, ഇപ്പോഴും അവരെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഏതാനും നാളുകൾക്ക് മുമ്പ് ഷാലോം ടൈഡിങ്സിൽ ഇത് എഡിറ്റോറിയലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഫസർ, അയാളുടെ പേര് ക്ലെമൻ്റ് എന്നാണ്. അയാൾ ഉന്നതമായൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. ഇയാൾ വളരെ ചെറുപ്പം ആയിരുന്ന സമയത്ത് തോക്കിന് ലൈസൻസ് ഉള്ള ഒരു രാജ്യത്താണ് ക്ലെമൻ്റ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഒറിജിനൽ തോക്ക്, കളിത്തോക്കല്ല, ഒറിജിനൽ തോക്കിന് ലൈസൻസ് ഉള്ള രാജ്യത്ത്. അപ്പോൾ അപ്പൻ്റെ തോക്ക് ഈ ക്ലെമൻ്റ് എന്ന് പറഞ്ഞ മോൻ കയ്യിലെടുത്ത്, അപ്പുറത്തെ വശത്ത് ഇവൻ്റെ ചേട്ടൻ ഇരിക്കുന്നുണ്ട്. കളിച്ച് തോക്ക് വെച്ച് കളിച്ചതാണ്. എന്തിനു പറയണം, അറിയാതെ ഉണ്ട അവൻ്റെ തോക്കിൽ നിന്ന് പോയി. പെട്ടെന്ന് തന്നെ തൊട്ട് മുമ്പിൽ കിടക്കുന്ന ചേട്ടൻ 3-4 മിനിറ്റ് രക്തത്തിൽ കുളിച്ച് മരിച്ചുപോയി. ഇത് സംഭവിക്കുന്നത് ഈ ക്ലെമൻ്റ് എന്ന് പറയുന്ന കോളേജ് പ്രൊഫസർ 10-30 വർഷം മുമ്പാണ്. 13 വയസ്സ് 14 വയസ്സ് പ്രായമുള്ള സമയത്ത്. ഇന്ന് അയാൾക്ക് 40-45-50 വയസ്സ് പ്രായമുണ്ട്. ഈ ക്ലെമൻ്റ് എന്ന് പറയുന്ന പ്രൊഫസർ പറയുന്നതാണ്, ഞാൻ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നത് സൈക്കോളജിയാണ്, ഒരുപാട് കുഞ്ഞുങ്ങൾ എൻ്റെ കീഴിൽ വിദ്യ അഭ്യസിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ, ഞാൻ എപ്പോഴെങ്കിലും ശാന്തമായിട്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്നത് അന്ന് ഞാൻ ചെയ്ത പാപമാണ്. ചില സ്ത്രീകൾ, നിങ്ങൾ വാർഷിക ധ്യാനം കൂടിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ ഒരു അബോർഷനായിരിക്കാം, ഒരു തെറ്റായ ബന്ധത്തിൽപ്പെട്ടൊരു കാര്യമായിരിക്കാം. കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും ആ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്ന് കുറ്റബോധത്തിൽ നമ്മൾ കഴിയേണ്ടതായിട്ടില്ല. കുറ്റബോധം പൈശാചികമാണ്, അത് നമ്മൾ നശിപ്പിച്ചു കളയും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇന്നലകൾ നാളെയെ നിശ്ചയിക്കാൻ കർത്താവ് അനുവദിക്കില്ല. അതുകൊണ്ട് മകനാണ് മകളാണെന്നുള്ളൊരു അവകാശബോധം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. ചിലരാകട്ടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, അവർ ഓരോ പ്രാവശ്യം ധ്യാനത്തിൽ പങ്കുകാരാകുമ്പോഴും കഴിഞ്ഞ നാളിൽ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു തെറ്റായ കാര്യത്തെക്കുറിച്ച് വീണ്ടും ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ഇതെന്തിനാണ് നമ്മൾ കരയുന്നത്? കഴിഞ്ഞ കാലത്ത് നമുക്ക് അങ്ങനെ ഒന്ന് പറ്റിപ്പോയി, അതിനെ ഓർത്ത് വീണ്ടും വീണ്ടും കരയുക ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ സംശയിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് അധികമായ അഹങ്കാരമുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് എൻ്റെ പാപത്തെ മോചിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നലാണ്. പാപത്തേക്കാൾ ക്രൂരമാണ് നിരാശ എന്ന് പറയുന്നത്. നിരാശ പിശാചിൻ്റെ വലിയ ആയുധമാണ്. ഞാൻ പറഞ്ഞല്ലോ, മകനാണ് മകളാണെന്നുള്ള തോന്നൽ പിശാച് മായ്ച്ചു കളയും. അതുകൊണ്ടാണ് ധൂർത്തനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ പന്നിക്കുഴിയിൽ നിന്നാണ് അവൻ വരുന്നത്. പന്നിക്കുഴിയിൽ വെച്ച് മകനാണെന്നുള്ള ധാരണ അവൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന്, അവൻ്റെ ബ്രെയിനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് അവൻ പറയുകയാണ്, അപ്പാ എന്നൊരു ദാസനായിട്ട് സ്വീകരിക്കണം, ദാസനായിട്ട് സ്വീകരിക്കണം. അപ്പനാകട്ടെ മറുപടി പോലും പറയുന്നില്ല. അപ്പൻ എന്താണ് ചെയ്തത്? അപ്പൻ പറഞ്ഞു, മേൽവസ്ത്രം കൊണ്ടുവരിക, മോതിരം ധരിപ്പിക്കുക, ചെരുപ്പ് ധരിപ്പിക്കുക. സാധാരണയായിട്ട് പന്നിക്കുട്ടിന്ന് വന്നാൽ ചെരുപ്പാണോ കൊടുക്കുന്നത്? മേൽത്തരം വസ്ത്രമാണോ? മോതിരമാണോ? കുളിമുണ്ടും സോപ്പും അല്ലേ കൊടുക്കേണ്ടത്? പിന്നെ എന്തുകൊണ്ടാണ് അത് കൊടുത്തത്? ഈ പിതാവ് വിഡ്ഢിയായതുകൊണ്ടല്ല, മറിച്ച് മേൽവസ്ത്രം, ദാസന്മാരാണ് സാധാരണയായി മേൽവസ്ത്രം ഉപയോഗിക്കാതെ നടക്കുന്നത്. അതുകൊണ്ട് മേൽവസ്ത്രം കൊടുത്തുകൊണ്ട് മകനോട് പറയുകയാണ്, മോനെ നീ ദാസനല്ല, നീ അടിമയല്ല, നീ മകനാണ്, നീ മകനാണ്. അതുകൊണ്ടാണ് മേൽവസ്ത്രം കൊടുക്കുന്നത്. രണ്ടാമത് മോതിരം കൊടുക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 41-42 നമ്മൾ വായിക്കും, ഫറവോ ജോസഫിന് മോതിരം കൊടുത്തു, അധികാരം കൊടുത്തു. എന്നിട്ട് അവരോട് പറയുകയാണ്, അതിൻ്റെ ഒരു ഭാഗം എന്ന വണ്ണം പുതിയ നിയമത്തിൽ ഇതാ ധൂർത്തപുത്രനോട് പറയുകയാണ്, മോതിരം കൊടുത്തുകൊണ്ട്, മോനെ നിനക്ക് പപ്പയ്ക്കുള്ള എല്ലാ അധികാരവും ഉണ്ട്, എല്ലാ അവകാശവും ഉണ്ട്. അങ്ങനെയാണ് മോതിരം ധരിപ്പിക്കുന്നത്. മൂന്നാമത് ചെരുപ്പ് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ചെരുപ്പ് കൊടുത്തത്? അവരോട് പറയുകയാണ്, മോനൊരു മിഷനുണ്ട്, മോന് കുറേ മനുഷ്യരോട് ഇതുപോലെ
അബ്ബായെ ഉപേക്ഷിച്ച് ഭവനം വിട്ടിറങ്ങിയിരിക്കുന്ന മക്കളോട് പറയണം, അവർക്കൊരു അബ്ബ ഉണ്ടെന്ന്, അവർക്കൊരു പപ്പ ഉണ്ടെന്ന്. ഒരു കറിവേറ്റെന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അവകാശമുണ്ട് സഹോദരങ്ങളെ. രോഗികളായിട്ടുള്ളവർ, ഈ രാത്രിയിൽ വിവിധങ്ങളായ ക്ലേശങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്നവർ, മക്കൾ ഉന്നത സ്ഥാനീയരായി ഒരു ഫോൺ പോലും ഇന്ന് വിളിക്കുന്നില്ല, നിങ്ങൾ വല്ലാതെ വിഷമിച്ച് കഴിയുന്നുവെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ അവകാശപ്പെടണം, നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, അവൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും തനിയെ അല്ല. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്, ദൈവം നമ്മുടെ അബ്ബയാകണ നേരത്ത് നമ്മളിൽ സംഭവിക്കുന്ന കാര്യം, അബ്ബ നമ്മളെ എപ്പോഴും ഓർക്കുന്നു എന്നുള്ളതാണ്. അബ്ബ നമ്മളെ എപ്പോഴും ഓർക്കുന്നു. നമ്മളെല്ലാവരും ഓർക്കില്ല സഹോദരങ്ങളെ, എല്ലാവരും ഓർക്കില്ല. മക്കൾ ഓർക്കണമെന്നില്ല, മാതാപിതാക്കളോ പ്രിയപ്പെട്ടവർ ഓർക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ അബ്ബ നമ്മളെ മറക്കില്ല. ഞാൻ ബൈബിളിൽ എനിക്കൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അത് ദാനിയേലിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിലൊരു ഭാഗമാണ്. ദാനിയേലിന് 14 അധ്യായമാണ് ഉള്ളത്. 14-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാന ഭാഗങ്ങൾ. അന്ന് സൈറസ് എന്ന് പറയുന്ന ഒരാളാണ് ബാബിലോണിലെ രാജാവ്. ഈ രാജാവിൻ്റെ കീഴിലാണ് ദാനിയേൽ പ്രവാചകൻ. ദാനിയേൽ ആകട്ടെ വളരെ എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യനാണ്, വലിയ ജ്ഞാനമുള്ള ആളാണ്. അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ വസിക്കാൻ അവൻ അവസരമുണ്ടായത്. രാജാവായ സൈറസിന് ഇവനോട് വലിയ സ്നേഹവും ആദരവും ഉണ്ടായിരുന്നു. കാരണം ഇവന് വിദ്യാഭ്യാസമുണ്ട്, ഇവന് ജ്ഞാനമുണ്ട്, നന്നായി പെരുമാറാനായിട്ട് അറിയാം. അതുകൊണ്ട് വലിയ ആദരവുണ്ടായിരുന്നു. പക്ഷേ ഇവൻ സൈറസ് എന്ന് പറയുന്ന രാജാവ് ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന വിഗ്രഹങ്ങളെ വണങ്ങുന്നില്ല, ആരാധിക്കുന്നില്ല. ഇത് ഈ രാജാവിന് ആകപ്പാടെ വിഷമമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ രാജാവ് അവനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങളെ നീ വണങ്ങാത്തത്? അപ്പോൾ ഇവൻ പറഞ്ഞു, ഈ ബാബിലോണിലെ വിഗ്രഹങ്ങളൊക്കെ മനുഷ്യനിർമ്മിതമാണ് രാജാവേ. ഇവയൊക്കെ മനുഷ്യനിർമ്മിതം ആകയാൽ ഇവയ്ക്കൊന്നും നമ്മളെ ഓർക്കാനോ ഇവയ്ക്കൊന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാനോ കഴിയില്ല. പല വിധത്തിൽ അവർ വാതുവെച്ചു. ഒടുക്കം രാജാവിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു. മാത്രവുമല്ല, ഈ ബാബിലോണിലെ വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒട്ടേറെ കാഴ്ച വസ്തുക്കൾ കൊണ്ടുപോയി ഭക്ഷിക്കുന്നത് വിഗ്രഹങ്ങളല്ല എന്നും മറിച്ച് അവിടെയുള്ള മതപുരോഹിതരാണ് എന്നും ഇവൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. മതപുരോഹിതരുടെ കള്ള ചെയ്തികളെല്ലാം മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഇരിക്കെ മതപുരോഹിതരും നേതാക്കളെല്ലാവരും കൂടി ഒരു ദിവസം സൈറസ് രാജാവിൻ്റെ ചുറ്റുവട്ടത്തും കൂടി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. സംശയം ഇതാണ്, രാജാവ് ഏതാണ്ട് ഇപ്പോൾ ഒരു യഹൂദനെ പോലെയാണ്. രാജാവ് ഇസ്രയേലിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിന് പ്രേരിപ്പിച്ച ദാനിയേലിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ നിന്നെയും കൊല്ലും, ഭാര്യയെയും കൊല്ലും, മക്കളെയും കൊല്ലും. സൈറസ് രാജാവിന് വേറെ വഴിയൊന്നുമില്ല. അവൻ ചിന്തിച്ചപ്പോൾ ദാനിയേലിനെ വിട്ടുകൊടുത്തു. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ, കേൾക്കുക. ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ 6 ദിവസം 7 സിംഹങ്ങളുള്ള ഒരു കൂട്ടിലേക്കാണ് ഈ പാവപ്പെട്ട ദാനിയേലിനെ വലിച്ചെറിയുന്നത്. ഈ ദാനിയേൽ അതിൻ്റെ അകത്ത് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവനെ വലിച്ചെറിയുന്ന നേരത്ത് തന്നെ ഈ സിംഹങ്ങളെല്ലാം അവയെ വിഴുങ്ങുമെന്നാണ് എറിഞ്ഞവർ കരുതിയത്. പക്ഷെ വിഴുങ്ങിയില്ല. ഇവൻ എന്തോ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുന്ന അരൂപിയിലാണ് 6 സിംഹങ്ങളുടെ ഇടയിൽ ശാന്തമായിട്ടിരിക്കുന്നത്. ഒരു ദിവസമല്ല, 7 ദിവസങ്ങൾ ഇരിക്കുകയാണ്. നമുക്കറിയാം, വിശക്കും. ഇവന് വിശന്നു, ദാനിയേലിന് വിശന്നു എന്ന് ദാനിയേൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല. ആരും ഭക്ഷണം കൊടുക്കില്ല. ദാനിയേൽ തൻ്റെ അബ്ബായിൽ ആശ്രയിച്ചു, സ്വർഗത്തിലെ അബ്ബായിൽ ആശ്രയിച്ചു. തന്നെ ഇത്രയും കാലം അനുഗ്രഹിച്ച, താൻ ആരുടെ നാമം വിളിച്ച് പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും പ്രാർത്ഥിക്കുന്നുവോ അതേ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? അപ്പുറത്ത് ഏതാണ്ട് ഒട്ടേറെ മൈലുകൾക്കപ്പുറത്ത് ഒരു പ്രവാചകനുണ്ട്. ഹബക്കുക്ക് എന്നാണ് പ്രവാചകന്റെ പേര്. അന്ന് അവൻ ചെറുപ്പമാണ്. ഹബക്കുക്ക് എന്ന് പറയുന്ന പ്രവാചകൻ കുറെ അപ്പവും കുറെ കറിയുമായി യൂദയായിൽ അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന വയലുകളിലേക്ക് പോവുകയായിരുന്നു. അവനോട് പറഞ്ഞു, ഹബക്കുക്ക്,
നീ വേഗം പോവുക, എൻ്റെ പ്രിയപ്പെട്ട മകൻ ബാബിലോണിൽ ഒരു സിംഹക്കൂട്ടി കിടക്കുന്നുണ്ട്, അവന് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക. ഇവൻ പറഞ്ഞു, അല്ലയോ ദൈവമേ, ഞാൻ സത്യത്തിൽ ഈ ബാബിലോണെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. ഉടനെ തന്നെ ദൈവദൂതൻ ഒരു കാര്യം ചെയ്തു. ഇവൻ നോക്കുമ്പോൾ ഹബക്കുക്കിന് നല്ല മുടിയുണ്ട്, ഈശോയെ പോലെയാണ്, നല്ല മുടിയുണ്ട്. ആ മുടി പിടിച്ച്, മുടിയുടെ കുത്തിനെ പിടിച്ച് വായു വേഗത്തിൽ ബാബിലോണിലെ ഇവൻ കിടക്കുന്ന സിംഹക്കുഴിയുടെ മുകളിൽ ചെന്ന് കൊണ്ടുവന്നാക്കി. അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്, ഭാഗം വായിക്കുക, ദാനിയേലിന്റെ പുസ്തകം 14. ദാനിയേൽ, ദാനിയേൽ. അവിടെ മുകളിൽ നിന്നുകൊണ്ട് ഹബക്കുക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ പ്രവാചകൻ വിളിക്കുകയാണ്, ദാനിയേൽ, ദാനിയേൽ, ദാനിയേൽ. താഴെ നിന്ന് സിംഹക്കൂടിൽ നിന്നുകൊണ്ട് വിളി കേട്ടുകൊണ്ട് ദാനിയേൽ പറയുന്ന 2 വാചകങ്ങളുണ്ട്, കേൾക്കുക. ദൈവമേ, നീ എന്നെ ഓർത്തല്ലോ, ദൈവമേ, നീ എന്നെ ഓർത്തല്ലോ. രണ്ടാമത്തെ വാചകം ഇതാണ്, ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറന്നു കളയുകയില്ലല്ലോ. കരമുയർത്തുന്നു പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ പറയുകയാണ്, ഭക്ഷണമല്ല അവൻ കഴിച്ചത്, ആദ്യം ഭക്ഷണം കഴിക്കുന്നത് പിന്നെയാണ്. ദൈവമേ, നീ എന്നെ ഓർത്തല്ലോ, ദൈവമേ, നീ എന്നെ ഓർത്തല്ലോ. ഒന്നാമത്തെ വാചകം. രണ്ടാമത്തെ വചനം ഇതാണ്, ദൈവമേ, നിന്നെ ഓർക്കുന്നവരെ നീ ഒരിക്കലും മറന്നു കളയുകയില്ലല്ലോ. ഞാൻ ഓർക്കുകയാണ് സഹോദരങ്ങൾ, ഏതാനും നാളുകൾക്ക് മുമ്പ് വഴിയിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുവന്നാക്കുന്ന ഒരു ഓർഫനേജ് പോലുള്ളൊരു സെൻറ്റർ, ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്തുള്ളൊരു രാജ്യത്ത് ഞാനൊന്ന് സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് പോയി. അപ്പോൾ ഓരോ കട്ടിലിൻ്റെ മുകൾ ഭാഗത്തും അവരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അവർ ഏതെങ്കിലും സ്ലമ്മുകളിൽ നിന്നോ ഏതെങ്കിലും ഡ്രഗ് സെൻറ്ററുകളിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ആളുകളാണ്. ഇവരെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തും. മദർ തെരേസ സിസ്റ്റേഴ്സാണ് അവരെ നോക്കുന്നത്. അവരുടെ പേരിൻ്റെ കട്ടിലിൻ്റെ മുകളിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് ഒരു കട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, മിസ്റ്റർ നോ നെയിം, മിസ്റ്റർ നോ നെയിം. അപ്പം ഞാൻ അവിടെയുള്ള ആ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ, ഇതേതാ കേസ്, ഇതാരാണത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വഴി കിടന്ന് കിട്ടിയതാണ്. വഴി കിടന്ന് കിട്ടിയപ്പോൾ ഉടനെ തന്നെ സിവിൽ പോലീസ് ഓഫീസേഴ്സിന് ഇത് റിപ്പോർട്ട് ചെയ്തു, എന്നിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഈ മനുഷ്യൻ ഏത് രാജ്യക്കാരനാണെന്നോ ഈ മനുഷ്യൻ ഇയാളുടെ പേര് ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. പല വട്ടം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വിധത്തിലും സംസാരിക്കണില്ല. അതുകൊണ്ട് ഇയാളുടെ പേര് ഞങ്ങൾക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എഴുതിയതാണ് മിസ്റ്റർ നോ നെയിം. ഞാൻ ഇയാളുടെ കരങ്ങൾ ചേർത്ത് വെച്ചു, മദർ തെരേസ സിസ്റ്റേഴ്സും ചേർത്ത് വെച്ചു. നമ്മൾ എന്തു പറഞ്ഞ് പ്രാർത്ഥിക്കും? മിസ്റ്റർ നോ നെയിമിനെ അനുഗ്രഹിക്കണമേ എന്നോ? ഞാൻ ഈശോയോട് പറഞ്ഞു, അബ്ബാ പിതാവേ, ഇവൻ്റെ പേര് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അബ്ബാ പിതാവേ, ഇവൻ ദൈവത്തിൻ്റെ മകനാണ്. ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിച്ചത്. അബ്ബാ പിതാവേ, ഇവൻ്റെ പേര് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെ ഇവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഇവൻ ഏത് രാജ്യക്കാരനാണ്, ഏത് ദേശക്കാരനാണ്, ഏത് ഭാഷയാണ് ഇവൻ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അബ്ബാ പിതാവേ, എങ്കിലും ഇവൻ നിന്റെ മകനാണ്, ഇവൻ നിന്റെ മകനാണ്, നിന്റെ പ്രിയപുത്രൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഇവനും. ഇവൻ്റെ പാസ്റ്റ് നിനക്കറിയാം, ഇവൻ ഇപ്പം എവിടെ കിടക്കുന്നതെന്ന് അറിയാം, ഇവൻ എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് അബ്ബാ പിതാവേ നിനക്കറിയാം. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരത്ഭുതം സംഭവിച്ചു. അവൻ സംസാരിച്ചില്ല, പക്ഷേ ആദ്യമായിട്ട് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ പറഞ്ഞ വേർഡ്സ് അവൻ്റെ കാതുകളിൽ പതിഞ്ഞിട്ടുണ്ട്, ഒപ്പം ഹൃദയത്തിലും. അവൻ കരയാൻ തുടങ്ങി, അവൻ്റെ ശരീരം ഷിവർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി, വേറെ സ്ഥലത്ത് പ്രോഗ്രാമായി. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മദർ തെരേസ സിസ്റ്റേഴ്സ് പറഞ്ഞത് എങ്ങനെയാണ്, ഈ മനുഷ്യൻ പതുക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഒരു സ്പാനിഷ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു രാജ്യത്തു നിന്നുള്ള മനുഷ്യനാണ്. ഇയാൾ സംസാരിച്ച കൂട്ടത്തിൽ ഇയാൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ദൈവം എന്നെ ഓർത്തല്ലോ. ഇയാളിത് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്, ദൈവം എന്നെ ഓർത്തല്ലോ. അയാളുടെ സ്പാനിഷ് ഭാഷയിലാണ് പറയുന്നത്, എൻ്റെ ദൈവം എന്നെ ഓർത്തല്ലോ. സഹോദരങ്ങളെ, അബ്ബയാണ് നമ്മുടെ ദൈവം. അബ്ബാ പിതാവ് നമ്മളെ മറക്കില്ല. ഈ പാവപ്പെട്ട മനുഷ്യൻ പറയാണ്, എൻ്റെ ദൈവം എന്നെ ഓർത്തല്ലോ. ദാനിയേൽ കിടക്കുന്നത് സിംഹക്കുഴിയിലാണ്. അവൻ പറയുന്നത് എങ്ങനെയാണ്, ദൈവമേ, നീ എന്നെ ഓർത്തല്ലോ. നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ചിലർ
സുവിശേഷകരായിരിക്കാം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നത്. ഒട്ടേറെ സുവിശേഷ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോയിട്ടും വീട്ടിൽ പൊതുജന മധ്യത്തിൽ പറയാൻ കൊള്ളാവുന്ന ഒരു നല്ല കഥ പോലുമില്ലാത്ത കുടുംബാന്തരീക്ഷത്തിൽ കഴിയുന്നൊരു മകനായിരിക്കാം, മകളായിരിക്കാം. വീട്ടിൽ സമീപകാലത്ത് നടന്ന ചില സംഭവങ്ങൾ ആത്മീയ ശുശ്രൂഷയിൽ സ്റ്റേജിൽ വരുന്ന നേരത്ത് കൈകാലുകളെ വിറപ്പിക്കാൻ പോലും കാരണമായിട്ടുണ്ടായിരിക്കാം. ദൈവം സ്നേഹമാണ് എന്ന് 4 വട്ടം 100 വട്ടം പലയിടങ്ങളിലും വിളിച്ചു പറഞ്ഞിട്ടും ആ സ്നേഹാനുഭവമില്ലാതെ കൈമോശം വന്ന ഒരു മകനോ മകളോ ഉള്ള വീടുള്ള ഒരു സുവിശേഷകനായിരിക്കാം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറായിരിക്കാം നീ. പ്രിയപ്പെട്ട സഹോദര, നീ ഓർക്കണം, നീ ഒരു ഡാനിയേലാണ്. നിനക്ക് വേണ്ടി ഭക്ഷണവുമായി ഹബക്കുക്കിനെ കർത്താവ് ആ കുഴിയിലേക്ക് അയക്കുന്നുണ്ട്. നിനക്കൊരിക്കൽ പറയാൻ ദൈവം അവസരം തരും. എൻ്റെ ദൈവം എന്നെ ഓർത്തല്ലോ, എൻ്റെ ദൈവം എന്നെ ഓർത്തല്ലോ. എൻ്റെ ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും മറന്നു കളയുകയില്ലല്ലോ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, കർത്താവിൻ്റെ പിറകെ പോയിട്ട് ഇന്നോളം ഒരാളെയും അവൻ എല്ലാ കാലത്തേക്കുമായിട്ട് തകർത്ത് കളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. നോക്കുമ്പോൾ ശരിയായിരിക്കാം, ഒരുപാട് സുവിശേഷ മേഖലയിലും ദൈവികമായ കാര്യങ്ങളുമായിട്ട് നടക്കുന്നവർ പറയാറുണ്ട്, ഇതാ അപ്പുറത്തെ വീട്ടിൽ ഒരു പ്രാർത്ഥനയില്ലാതെ നടക്കുന്ന വീട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ കണ്ടില്ല ഇത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണം? ദൈവം നിന്നെ മറക്കില്ല, നിന്നെ പരീക്ഷിക്കുന്നതാണ്, നിന്റെ കൂടെയുണ്ട്. ഒരു ഹബക്കുക്കിനെ നിന്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. ഒരു മഹത്വം കടന്നു വരാനിരിക്കുന്നുണ്ട്. ആ മഹത്വത്തിന് ഭാഗമാണ്, അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് സത്യത്തിൽ ഇന്ന് കടന്നു പോകുന്ന വിപരീതമായ സാഹചര്യങ്ങളെല്ലാം. അവൻ വരും നിന്നെ സ്നേഹിക്കാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. കൂട്ടത്തിൽ പിള്ളേര് പോലും പറയുന്നു അബ്ബാ എന്ന്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ അബ്ബാ എന്ന് പറഞ്ഞേ. എൻ്റെ അബ്ബായേ, എൻ്റെ അബ്ബായേ. നിങ്ങൾക്കറിയുമോ, ആദ്യ നാളുകളിൽ നൈറ്റ് വിജിൽ തുടങ്ങിയത് ശാലോമല്ല. ആദ്യ നാളുകളിൽ നൈറ്റ് വിജിൽ തുടങ്ങിയത് ഫ്രാൻസിസ് അസീസിയാണ്. എല്ലാ ഫസ്റ്റ് ഫ്രൈഡേയിലും ഫ്രാൻസിസ് അസീസി നൈറ്റ് വിജിലിന് വേണ്ടി ഇങ്ങനെ മുളങ്കാടുകൾ പോലുള്ളൊരു കാട്ടിലേക്ക് പോകും. ആ കാട്ടിലിരുന്ന് പുള്ളി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. ദിവികാരുണ്യ ആരാധനയില്ല, മറിച്ചൊരു കുരിശുരൂപം പ്രതിഷ്ഠിച്ച് അതിൻ്റെ മുമ്പിൽ ആരാധിക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നേരത്ത് ആ പ്രാർത്ഥനയിൽ ആകർഷിക്കപ്പെട്ട് ഫ്രാൻസിസ് അസീസിയുടെ കുറേ ശിഷ്യന്മാരും കൂട്ടത്തിൽ പോകും. ഇവന്മാരാകട്ടെ വേറെ ഒരു മുളങ്കാടല്ല, അതുപോലൊരു കാട് സൃഷ്ടിച്ച് ഒരു കുഞ്ഞ് കുടിലൊക്കെ സൃഷ്ടിച്ച് അതിൽ കുരിശുരൂപം വെച്ച് ഇവരും പ്രാർത്ഥന തുടങ്ങും. പക്ഷെ വ്യത്യാസം എത്രയേ ഉള്ളൂ, ഫ്രാൻസിസ് അസീസി രാത്രി പകലാക്കി വെളുപ്പിന് 6 മണി വരെ മനോഹരമായിട്ട് പ്രാർത്ഥിക്കും. ഇവരാകട്ടെ 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന ഏതാണ്ട് ഒരു 8:30 ആകുമ്പോഴത്തേനും ഉറക്കം തുടങ്ങും. നമ്മളെപ്പോലെ, നിങ്ങൾ ഉറങ്ങിയിട്ടല്ല, ചില മനുഷ്യരെ പോലെ ഉറക്കം തുടങ്ങും. അപ്പോൾ ഈ ശിഷ്യന്മാരൊരു ദിവസം തിരിച്ചു വന്ന് നോക്കുമ്പോൾ, വെളുപ്പിന് നോക്കുമ്പോൾ ശനിയാഴ്ച രാവിലെ ഇവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, അല്ലയോ ഗുരുവേ, അങ്ങക്ക് എങ്ങനെയാണ് ഇത്രയും സമയം പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത്? കാരണം വൈകിട്ട് 5 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന പിറ്റേ ദിവസം 5 മണി വരെ ഹോൾ നൈറ്റ് വിജിൽ നടത്തി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ഒരു ടെക്നിക്കുണ്ട്. ടെക്നിക്ക് ഇതാണ്, ഇനി മുതൽ അടുത്ത ഫസ്റ്റ് ഫ്രൈഡേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്ന നേരത്ത് 2 സഞ്ചികൾ എടുക്കുക. അതിൽ ഒരു സഞ്ചിയിൽ നിറച്ച് ചെറിയ ചെറിയ കല്ലുകൾ എടുക്കുക. ആ കല്ല് ഒരു ചെറിയ സഞ്ചിയിൽ പിടിക്കുന്നു, മറ്റേ സഞ്ചി എംപ്റ്റി ആയിട്ട് വെറുതെ കൈ പിടിക്കുക. എന്നിട്ട് അവിടെ ചെന്ന് നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഓരോ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോഴും ഓരോ കല്ലെടുത്ത് ഈ എംപ്റ്റി ആയ സഞ്ചിയിലേക്ക് ഇടുക. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോൾ നിങ്ങൾ ഉറങ്ങില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഫ്രാൻസിസ് അസീസി അപ്പുറത്ത് തൻ്റെ പ്രാർത്ഥന തുടരാനായിട്ട് മുന്നോട്ട് പോയി. സഹോദരങ്ങളെ, സംഭവിച്ച ഇതാണ്, 400 കുഞ്ഞു കുഞ്ഞു കല്ലുകളുമായിട്ടാണ് അവർ മുകളിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. ഇവർ 300 സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥനയും ചൊല്ലി ആ കല്ലെടുത്തതിലേക്ക് പറക്കിയിട്ടിട്ട് പിന്നെ ശാന്തമായിട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങി. ഇവർ തിരിച്ച് വന്ന് നോക്കുമ്പോൾ
ശനിയാഴ്ച വെളുപ്പിന് 5 മണിക്ക് വന്ന് നോക്കുമ്പോൾ അസിസിയിലെ ഫ്രാൻസിസ് ആകട്ടെ, അവനും കല്ലുകൊണ്ട തന്നെയാണ് പോയത്. ഒരു കല്ലെടുത്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട്, സ്വർഗസ്ഥനായ എൻ്റെ അബ്ബായെ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം സ്വർഗസ്ഥനായ എൻ്റെ അബ്ബായെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇരുന്ന് കരച്ചിൽ തുടങ്ങുകയാണ്. ഇതാണ് നമ്മളും വിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ സ്വർഗസ്ഥനായ അബ്ബായെ എന്ന് വിളിച്ചിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പോവും. പക്ഷേ വിശുദ്ധരാകട്ടെ അബ്ബായെ എന്ന് വിളിച്ചിട്ട് അവരുടെ ജീവിതം മുഴുവൻ അബ്ബായുടെ കരകളിലേക്ക് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് മകനെന്നും മകളെന്നുള്ളൊരു ബോധ്യം ഭയങ്കര ശക്തമാണ്. അവർക്ക് ഒരു അവകാശത്തിൻ്റെ ബോധം വളരെ ശക്തമാണ്. മൂന്നാമതായി അവർക്ക് ദൈവം അവരൊരിക്കലും മറക്കുകയില്ല എന്ന ബോധ്യം വളരെ ശക്തമാണ്. കരമുയർത്തുന്നു പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലെ തന്നെ ഒരു വിശുദ്ധാത്മാവാണല്ലോ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. ചാവറയച്ചൻ കൈനഗിരിയിൽ അംഗമാണ്. കൈനഗിരി ഭാഗത്ത് ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം 13-ാമത്തെ വയസ്സിലാണ് സെമിനാരിയിൽ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ജോയിൻ ചെയ്ത് ഏതാനും നാളുകൾ കഴിഞ്ഞു ഇതാ ഒരു വലിയ വസൂരി ആലപ്പുഴ ഭാഗത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ഏകപ്പെട്ട ജ്യേഷ്ഠനും മരിച്ചു പോവുകയാണ്, സഹോദരനും മരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് മടങ്ങിപ്പോകാനായിട്ട് അദ്ദേഹം മടങ്ങിപ്പോയെങ്കിലേ ചാവറ കുടുംബം നിലനിർത്താനായിട്ട് കഴിയൂ എന്ന് പറഞ്ഞ് വീട്ടുകാർ നിർബന്ധിച്ചു. പക്ഷെ അദ്ദേഹം പോയില്ല. അദ്ദേഹം എടത്തുവായിൽ പോയി. തൻ്റെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് അവിടെയായിരുന്നു. അവരെയും ഹസ്ബൻഡിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വീട്ടിലുള്ള തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെയും മകളുടെയും കാര്യം ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം മടങ്ങി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: വസൂരി ബാധിച്ച തൻ്റെ മാതാപിതാക്കൾ തനിക്ക് നഷ്ടപ്പെടുകയും തൻ്റെ ഏക സഹോദരൻ നഷ്ടപ്പെടുകയും ചെയ്ത ആ ദിവസം മുതൽ അദ്ദേഹം ദൈവത്തെ അബ്ബയായി സ്വീകരിക്കാനായിട്ട് തുടങ്ങി. ഞാൻ എൻ്റെ ദൈവത്തെ അബ്ബയായിട്ട് സ്വീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാ ദിവസവും അബ്ബായുടെ മുമ്പിലിരുന്ന് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന് മണിക്കൂറുകൾ കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം അബ്ബയാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം.